അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് നമ്മുടെ തേജപ്പന്റെ പണി എന്താന്ന് വെച്ചാൽ സുധചേച്ചിയുടെ അടുത്ത് മാങ്ങ പൊട്ടിക്കലാട്ടാ. കട്ട് പൊട്ടിക്കാന്ന് വിചാരിക്കരുത്, സുധചേച്ചിയോട് ചോദിച്ചിട്ടാട്ടാ മാങ്ങ പൊട്ടിക്കണത്. അതിന്റെ കൂട്ടത്തിൽ ഇതേ കുറച്ച് കറിവേപ്പിലും കൂടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ സുധചേച്ചി 1-2 മിഠായും കൂടി തേജുവിന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങിയിട്ടാട്ടാ ഞങ്ങൾ വരണത്. അപ്പൊ മാങ്ങ വരുന്നല്ല വിൻഷാട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട്. മാങ്ങക്കറി എന്തെങ്കിലും ഉണ്ടാക്കുമോ ചോദിച്ചു. അതായത് മാങ്ങ അങ്ങനെ ചെത്തിയിട്ട് നമ്മള് വെറുതെ അച്ചാറെന്ന് തന്നെ പറയില്ല കേട്ടോ, കാരണം നമ്മുടെ വിനാഗിരി കാര്യങ്ങളൊന്നും ഒഴിക്കണില്ല. വെറുതെ കടുക് പൊട്ടിച്ച് മുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് മാറ്റിയെടുക്കില്ല. ആ സംഭവമാട്ടാ. അതിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട്, അങ്ങനെ ഫ്രഷ് ആയിട്ട് കഴിക്കില്ലേ ചോറിന്റെ കൂടെ. അപ്പൊ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് അത് ദേ ഉച്ചത്തേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഉച്ചയാകുമ്പോഴേ വിൻഷേട്ടൻ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ നമുക്ക് വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും പിന്നെ നമ്മുടെ തേജുവിനൊരു കുഞ്ഞു സാധനം കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, അവന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞൂല. അപ്പൊ നമ്മളിവിടെ പൊതുവെ പിറന്നാളാണ് ആഘോഷിക്കുക. ഡേറ്റ് ഓഫ് ബർത്തിന് അങ്ങനെ അത്ര ഒരു വാല്യൂ കൊടുക്കാറില്ല. പക്ഷെ നമ്മുടെ തേജുവിന് പിറന്നാൾ എന്ന് പറഞ്ഞാലും ബർത്ത്ഡേ എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്നാണ് കേട്ടോ. ശരിക്കും അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ അവൻ അറിയില്ല. അതായത് പിറന്നാൾ എന്ന് പറയുന്നത് പിറന്ന നാളും ബർത്ത്ഡേ എന്ന് പറയുന്നത് ജനിച്ച ഡേറ്റ് ആണല്ലോ. അപ്പൊ അവനത് ഞാൻ പറഞ്ഞു കൊടുത്തു, നമ്മള് പിറന്നാളിന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാട്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടി ഹാപ്പി ആയിട്ടാ. അങ്ങനെ അവന്റെ ഒരു സന്തോഷത്തിന് നമ്മൾ ഡ്രീം കേക്ക് കട്ട് ചെയ്ത് പിന്നെ വിൻഷായിട്ട് അതേ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്കി ഡ്രീം കേക്ക് കുറച്ചതേ ഞാനിരുന്ന് കഴിച്ചുട്ടാ. പിന്നെ വൈകുന്നേരം ആയപ്പോഴേ അച്ഛനും മോനും ക്രിക്കറ്റ് കളിക്കാൻ. ഇവര് ക്രിക്കറ്റ് കളിക്കണ കണ്ട എനിക്ക് എന്തെങ്കിലും പണി കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ. അതിനാണ് ഈ ബാറ്റ് കൊണ്ട് തന്നെ അങ്ങനെ അടിക്കണത് കേട്ടോ. കാരണം ഇവർ ഈ ബോൾ അടിച്ചിട്ട് ഫുള്ള് ചെടിയുടെ മുകളിലേക്ക് അടിക്കുക. അങ്ങനെ ഞാൻ 1-2 പറഞ്ഞിട്ട് അച്ഛനും മോനെയും വിളിച്ച് വരുത്തിയിട്ട് വേറെ ഒന്നല്ല, നമ്മുടെ ഈ കലാത്തിയ ചെടിയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും അതേ കുറെ ദിവസമായിട്ട് വിചാരിക്കുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടിത്തളിച്ച് വൃത്തിയാക്കണമെന്ന്. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പേടിയായിട്ട്, ഇതിന്റെ അടിയിൽ വല്ല പാമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ. അതുകൊണ്ട് ഞാൻ വിൻഷായിട്ടുള്ള ദിവസം നോക്കിയിരിക്കട്ടെ. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഇത് എന്റെ ഡ്രസ്സ് കീറിയിട്ടുണ്ട്. ഇത് ഞാൻ കാണുന്നത് ദേ ഈ ഒരു സമയത്താണ് കേട്ടോ. പക്ഷെ ഈ സംഭവം കീറിയേക്കുന്നത് ഇതിന് മുന്നേ കീറിയിട്ടുണ്ട്. മുന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അങ്ങനെ ദേ വിൻഷാട്ട് ഈ സൈഡിലും അപ്പുറത്തെ സൈഡ് ഞാനും വൃത്തിയാക്കാൻ നിന്നേ. നല്ല ചെടികളൊക്കെ വെട്ടി കളയാ കേട്ടോ കൂട്ടുകാരെ, നിങ്ങൾ സെറ്റാക്കി ഞാനത് വെട്ടിക്കളഞ്ഞാണ് ഇപ്പോൾ ഇവിടെ അച്ഛനും മോനും അടി ഉണ്ടാക്കുന്നത്. എന്തേ എടാ അങ്ങനെ അയക്കണു, അതാണ് വെട്ടിയത്. ഇപ്പൊ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ഈ ചെടികൾ പോലും എന്നെ ഇത്ര ചീത്ത പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. തേജുവിന്റെ ഒന്ന് കേൾക്കാത്തായിട്ടൊന്നുമില്ല. ഇത് എന്തിനാ അങ്ങനെ വെട്ടിക്കളഞ്ഞെന്ന് ചോദിച്ചിട്ട് ചീത്ത പറയായിരുന്നു. പക്ഷെ നോക്കി എന്ത് വൃത്തിയായില്ലേ, ഒക്കെ ഒന്ന് വെട്ടിത്തളിച്ച് വൃത്തിയാക്കിയപ്പോൾ ഒന്ന് സെറ്റായിട്ട്. അപ്പുറത്തുനിന്ന് സുധിച്ചേച്ചിയും പറയുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് പറയണം വിചാരിക്കുന്നത് വെട്ടാറായി എന്നൊക്കെ. ഞാൻ അതൊക്കെ എല്ലാം സെറ്റാക്കിയിട്ടാ. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണ്ടായിരുന്നു. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് പണിയുള്ള കാരണം ചെടി നനയ്ക്കല് വീണ്ടും ചെടികളൊക്കെ ഉറങ്ങിയതിന് ശേഷം കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.